Hi everyone, welcome back to my channel. ഇന്ന് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ആലിയ ഭട്ട് കളങ്ക് മൂവിയിൽ ചെയ്തിരിക്കുന്ന മേക്കപ്പ് ലുക്കിൻ്റെ ഒരു റീക്രിയേഷനാണ്. ഇതൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്, ട്രാൻസ്ഫോർമേഷൻ അല്ല. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഓരോ വീഡിയോസും ഞാനിടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. So please keep on watching. ആലിയ ആ ഫിലിമിലെ മിക്ക ലുക്കിലും ഫേസിലൊരു നല്ല സബ്റ്റിൽ ഗ്ലോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇന്നർ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കളർ ബാറിൻ്റെ ഇല്യൂമിനേറ്റിംഗ് ലോഷൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു നല്ല ഡ്യൂപ്പാണ്. മാക്കിൻ്റെ സ്ട്രോബ് ലൈറ്റ് ക്രീം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇല്യൂമിനേറ്റിംഗ് ലോഷനുണ്ട്, അതിൻ്റെ ഒരു നല്ല ഡ്യൂപ്പാണിത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മേബിലിൻ സൂപ്പർ സ്റ്റേ 24 hour ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷനാണ്, അതുപോലെ നല്ല ഫുൾ കവറേജുമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു ഡ്യൂയി മേക്കപ്പാണ് ആലിയ കൂടുതലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊരു ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിക്വിഡ് ഇല്യൂമിനേറ്റർ ഫൗണ്ടേഷൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് W7 ലിക്വിഡ് ഇല്യൂമിനേറ്ററാണ്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഇല്യൂമിനേറ്ററാണ്. ഇത് ഞാൻ ഹോക്ക് മേക്കപ്പ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഏതാണ്ട് 200 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പം ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇത് ഫൗണ്ടേഷൻ ഡോട്ട് ഇട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും, അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഫൗണ്ടേഷന്, എന്ത് ക്രീം പ്രോഡക്റ്റ് ആണെങ്കിലും ബേസ് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കഴുത്തിലേക്കും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസും നെക്കും തമ്മിൽ നല്ല ഡിഫറൻസ് തോന്നും. അപ്പോൾ ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്നിസ്പ്രയുടെ സ്പഞ്ചാണ്. ഇതൊരു നല്ല നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ പോലെ തന്നെ നല്ല സ്മൂത്ത് ഫിനിഷ് തരുന്ന ഒരു സ്പഞ്ചാണ്. ഇന്നിസ്പ്രയുടെ കൂടുതലും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് അവർക്ക് കൂടുതലും ഹൈപ്പ് കിട്ടുന്നതെങ്കിലും അവരുടെ മിക്ക മേക്കപ്പ് പ്രോഡക്ട്സും നല്ലതാണ്. അതായത് അവരുടെ ലിപ് ടിൻ്റ്, അതുപോലെ ഈ സ്പഞ്ച്, ഐബ്രോ പെൻസിൽ, അങ്ങനെ മിക്ക മേക്കപ്പ് പ്രോഡക്ട്സും നല്ലതാണ്. ഇത് ഞാൻ ഐക്കയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് എനിക്ക് തോന്നുന്നു 350 ആയിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ കൺസീലറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് കൺസീലറാണ്. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് നെയിം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ അണ്ടർ ഐസിലും ഐലിഡ്സിലും അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഒരുപാട് ഡാർക്ക് സർക്കിൾസും അതുപോലെ ഒരുപാട് മൗത്തിൻ്റെ ചുറ്റുമൊക്കെ ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ കളർ കറക്റ്റ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും അപ്ലൈ ചെയ്യുന്നത് ഒരു ഈവൻ ഫിനിഷ് കിട്ടാനായിട്ട് സഹായിക്കും. ഇപ്പോൾ കളർ കറക്റ്റർ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ ലിപ്സ്റ്റിക്ക്, അതായത് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ പിങ്ക്, അതൊക്കെ നമുക്ക് കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് തരില്ല. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പിഗ്മെൻറ്റേഷനുള്ള ഭാഗത്ത് ഒരു വൈറ്റ് കാസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ കളർ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നോസ് ഒന്നുകൂടെ ഷാർപ്പായിട്ട് തോന്നാൻ ഞാൻ നോസ് ബ്രിഡ്ജിൻ്റെ അവിടെ നേരത്തെ യൂസ് ചെയ്ത കൺസീലർ തന്നെ ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നോസിൻ്റെ വിട്ട് കുറച്ച് കുറഞ്ഞ പോലെ തോന്നും. അതിനാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ജോൺസൺസിൻ്റെ ബേബി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ല സെറ്റിംഗ് പൗഡറായിട്ട് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പൗഡറാണ്. എനിക്ക് കോംപാക്സിനേക്കാളും ഇഷ്ടം ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക്
കോമ്പാക്ട് പൗഡേഴ്സാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എവിടെയൊക്കെയാണ് എൻ്റെ ഫേസ് ഓയിലി ആവുന്നത് അവിടെയൊക്കെയാണ് ഞാനിപ്പോൾ പൗഡർ അപ്ലൈ ചെയ്യുന്നത്. അതായത് എൻ്റെ ടീ സോൺ, എനിക്ക് കോമ്പിനേഷൻ പ്ലസ് സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നോസ് ഏരിയയും ഫോർഹെഡ് ഏരിയ ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ആലിയയ്ക്ക് ആ ലുക്കിൽ നല്ല തിക്ക് ഐബ്രോസാണ്. അപ്പോൾ ഞാനും നല്ല തിക്കായിട്ട് തന്നെയാണ് എഴുതുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിമ്മലിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. നമ്മൾ ഐബ്രോ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബ്ലാക്ക് ആകുമ്പോൾ ഒരുപാട് ഓവറായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പോലെ തോന്നും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ ചൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഐബ്രോയ്ക്ക് വേണ്ടി ഒരു എക്സ്ട്രാ പ്രോഡക്റ്റ് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ ജെൽ ലൈനേഴ്സ് കിട്ടുമല്ലോ ബ്രൗൺ കളറ്, അതാണെങ്കിലും നമുക്ക് ബ്രോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ കാജൽ കിട്ടും ബ്രൗൺ കളറ്, അത് നമുക്ക് കാജലായിട്ടും യൂസ് ചെയ്യാം, ഐബ്രോ പ്രോഡക്റ്റായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2-in-1 പ്രോഡക്റ്റായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ആലിയയ്ക്ക് നല്ല ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നല്ല ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖം ഇച്ചിരി ചബ്ബി ആയതുകൊണ്ട് ഞാനിവിടെ കോണ്ടൂർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് WSന്റെ പാലറ്റിലെ ഒരു പാലറ്റിലെ കോണ്ടൂറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതും ഒരുപാട് പ്രൈസി ഒന്നുമല്ല. ഇതിനകത്ത് ബ്ലഷ്, ഹൈലൈറ്റർ, കോണ്ടൂർ ഈ ഷെയ്ഡ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ യൂഷ്വൽ കോണ്ടൂർ ചെയ്യുന്ന ഏരിയസ് തന്നെയാണ് കോണ്ടൂർ ചെയ്തിരിക്കുന്നത്. ഫോർഹെഡ്, മൂക്കിൻ്റെ 2 സൈഡിലും, ജോ ലൈന് അവിടെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിനൊരു ഷാഡോ കിട്ടാനായിട്ടിത് സഹായിക്കും. ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചിട്ട് ഫ്ലാറ്റായി പോവും. അപ്പോൾ അത് മാറ്റി ഒരു നല്ല ഷാഡോ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ കോണ്ടൂർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഹാഷ് ലൈൻസ് ഒന്നും ഇല്ലാതെ ഇരിക്കാനായിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്തത്, അതിൽ ആലിയയ്ക്ക് ഒരു ബ്രൗൺ സ്മോക്കി ഐസ് ആണല്ലോ, പക്ഷേ വാട്ടർ ലൈൻ്റെ അവിടെ നല്ലൊരു സ്മഡ്ജ് ലുക്ക് വരുന്നുണ്ട്, അപ്പർ ആണെങ്കിലും ലോവർ ആണെങ്കിലും. അതിന് വേണ്ടിയിട്ട് ഞാൻ മേബിളിൻ്റെ കൊളോസൽ കാജൽ വെച്ചിട്ട് ഒരു സ്മഡ്ജ് എഫക്റ്റിൽ എൻ്റെ ലോവർ വാട്ടർ ലൈന് എഴുതുകയാണ്. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എഴുതുന്നത്. എന്നിട്ട് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണ് കുറച്ചുകൂടെ വിടർന്നിരിക്കും നമ്മുടെ. ഇപ്പോൾ ലോവർ വാട്ടർ ലൈൻ എഴുതിയ പോലെ തിക്കായിട്ട് എഴുതിയ പോലെ തന്നെ ഞാൻ അപ്പർ വാട്ടർ ലൈനും കുറച്ച് തിക്കായിട്ട് എഴുതുകയാണ്. കാജൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഞാനത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്, അപ്പർ വാട്ടർ ലൈനും ലോവർ വാട്ടർ ലൈനും.
അത് കഴിഞ്ഞിട്ടൊരു ബ്രൗൺ സ്മോക്കി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലാക്മേയുടെ ഐ ഷാഡോ പാലറ്റിലെ ബ്രൗൺ കളറ് എൻ്റെ ഐലിഡ്സ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ്. ക്രീസ് ലൈനും ഐലിഡ്സ് ഫുള്ളായിട്ട് ഞാൻ ആ ബ്രൗൺ ഐ ഷാഡോ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനപ്പോൾ അപ്പർ ലൈനും അപ്പർ ലിഡ്സും ലോവർ ലിഡ്സും ഞാൻ ബ്രൗൺ ഐ ഷാഡോ വെച്ച് എഴുതിയതിന് ശേഷം ഒരു ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഹാഷ് ലൈൻസ് ഒന്നും കാണില്ല, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് ഞാൻ W7 തന്നെ പാലറ്റിലെ ഹൈലൈറ്റർ ഷെയ്ഡ്, ഇതൊരു ഷാമ്പെയിൻ ഷെയ്ഡാണ്. ഇതെടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്ക് ബോൺസ്, അതുപോലെ നോസ് ബ്രിഡ്ജ്, ചിന്ന്, ഫോർഹെഡൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് പക്ഷേ ആ പാലറ്റിലെ ഈ ഹൈലൈറ്റർ ഷെയ്ഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ഇച്ചിരി ചങ്കി ഗ്ലിറ്ററാണെന്ന് തോന്നുന്നു. യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ അതിലെ കോണ്ടൂർ ഷെയ്ഡാണെങ്കിലും ബ്ലഷ് 2 ഷെയ്ഡുണ്ട്, അത് രണ്ടും നല്ലതാണ്. അപ്പോൾ ഞാനിതെൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. കുറച്ച് ബ്ലൈൻഡിങ് ഹൈലൈറ്ററായിട്ട് എനിക്ക് തന്നെ തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറെ ബ്രഷ് വെച്ചിട്ട് ഞാൻ പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നാവും. എൻ്റെ ബ്രോ ബോൺ കൂടി ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഐബ്രോസ് നല്ല ഷാർപ്പായിട്ടിരിക്കും. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഐലാഷ് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിക്കാം. ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഞാൻ ഐലാഷ് അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 31. ഒരു നല്ല പീച്ച് കളർ ലിപ്സ്റ്റിക്കാണ്. Caught up in my tape. Don't care what you said to me, I'ma bite your feelings out. I miss you in the basement, but your brother was a good substitute for you. And if you love me,